മാമന് ഷുഗർ കൂടിയിട്ടുണ്ടോ? മെലിഞ്ഞിട്ടുണ്ടല്ലോ. മാമ, ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി. കുറ്റപത്രം. കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും. ഒരു അയൽവാസി തലക്കടിച്ചു കൊന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല. അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. അല്ല മാമ, ചെക്കനൊരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര്. 1,00,000 രൂപ ശമ്പളം. മാമനും അവിടെ പോയി നിൽക്കാം. ഈ വീട് വാടകയ്ക്ക് കൊടുക്കാം. ഒരു 10 രൂപ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ആടെയാകുമ്പം തലക്കടിയൊന്നും ഇല്ലല്ലേ, സേഫാണ്. പ്രസിഡന്റാ, രാത്രിയത്തെ കിടത്തം സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി. അതേടെ പോയാലും ശരി. അച്ഛാ ഞാൻ ഇറക്കണം. അറിഞ്ഞിട്ടുണ്ടോ നോക്കും. ആ അതറിഞ്ഞല്ലോ. ആ എന്നാ അറിഞ്ഞിട്ടില്ല. നീ അരച്ച എത്ര അറിയൂ, അത് അരക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛാ വീട് എന്ത് പണി കിട്ടാ അച്ഛാ? പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല, പോയി അന്വേഷിക്കണം. ആ നീ എവിടെ പോകുന്നു? ഇവിടെ വരെ ഗ്രൗണ്ട് വരെ. തോക്കൂന്ന് പേടിയില്ലെങ്കിൽ ഒരു കളി കളിച്ചോ. തോക്കുന്ന പേടിയുണ്ട്. ആ വാടാ കുറച്ച് സമയം. രാത്രി ഇരിക്കാം, പോയിട്ട് കുറച്ച് പണിയുണ്ട്. പണിയൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. നിങ്ങളൊന്നും പോകുന്നില്ലേ മധുട്ടാ? പോണം, സമയത്തില്ല. എത്ര മണിക്ക്? ഞാൻ പോയിട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതെൻ്റെ ശിഷ്യന്മാരല്ലേ, മുറലെ നോക്കിക്കോളൂ. മരുന്നിൻ്റെ പണിയല്ലേ. ഇതെല്ലാം എപ്പം പറയലും. ഇപ്പം ഞാൻ അങ്ങനെ പറയണ്ട. ഇടക്ക് പറയും. ഏയ് നിന്റെ അച്ഛനെ കൊണ്ടുപോകുന്നുണ്ടോ ബാംഗ്ലൂരേക്ക്? ബസ്സിൽ കിട്ടിയ പണി ബാംഗ്ലൂർ? ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ, ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ. ബസ്സിലോട്ട് കിടക്കേണ്ട പണി ബാംഗ്ലൂർ. വയസ്സന്മാരെ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടിൽ. ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ്. നീ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? ആ ശരി. എൻ്റെ പൊന്നോ അതേട്ടാ, ഞാൻ എവിടെയും പോകണില്ല. ചേട്ടാ ഒരു ചായ. എന്നെപ്പോലെ ചേട്ടാ നിങ്ങൾ വീട്ടിലേക്ക് പോവോ? അർജന്റാ. എന്തിനാ? നിങ്ങളെ അച്ഛൻ വീണു. അലക്കുന്നിടത്ത് വീണതാണ്. ഒറ്റക്ക് ജീവിക്കുന്ന മോനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തൂടെ? ഗുളികയൊന്നും കഴിക്കില്ല അല്ലേ? മെല്ലെ പറഞ്ഞാ മതി, അച്ഛനെ ചെവി വെക്കും. ഞാൻ കഴിക്കലുണ്ട്. ഭാസ്കരേട്ടാ, ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയിലേക്കും പ്രശ്നമാണ്. നീ നിന്റെ പണിയെടുക്ക. ഏയ് എന്തിന്? എനക്കിനിപ്പോൾ ഇത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വളരെ പഴകിയ അസുഖമല്ലേ, എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ. എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയാൾക്ക് വയസ്സായില്ലേ. പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോ. നീ ഇലക്ട്രോണിക്സ് അല്ലേ? അല്ല മക്ക് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ?
ഒരു ഹോംലെസ്സിനെ വേണമല്ലോ. നിനക്കാ? അനക്കല്ല, വീട്ടിലെ കാര്യം നോക്കാൻ. അച്ഛനും നോക്കാൻ ഒരു ഹോംലെസ്സിന് വേണമെന്ന് പറഞ്ഞില്ലേ? ഓ, ആ ഹോം നേഴ്സ്. ഈ ഹോം നേഴ്സ് അത്ര സേഫ് അല്ല കേട്ടോ. ഈ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ സേഫ് അല്ലല്ലോ. നിങ്ങൾ എന്നെ നോക്കുന്നു വീട്ടിലോട്ട് പിന്നെ ഹോംലെസ് സേഫ് അല്ലാന്നാണ് അവരെന്തെങ്കിലും കട്ടുകൊണ്ടു. ആടെ കക്കാനൊന്നുമില്ല, ആകെയുള്ള അച്ഛനാണ്. ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട്, അവിടെ നല്ല ഹോം നേഴ്സിനെ കിട്ടും. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ നിനക്ക്? അച്ഛൻ അതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോം നേഴ്സ്. क्या बनाऊं साहब खाने में? എന്താ കഴിക്കാൻ വേണ്ടെന്ന്? വിളിച്ചുകൊണ്ട് പോടാ. അടുക്കള കയറി. കൊള്ളാലോ, അച്ഛനുണ്ടാക്കുന്ന അതേപോലെ ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. सर जी बड़े साहब कुछ काम नहीं करने देते मुझे, खाना भी पूरा उन्होंने ही बना दी. പൊതുവാളാണോ ഇവര്? എൻ്റെ ഭാസ്കര പൊതുവാള്, എന്ത് നായർ, എന്ത് പൊതുവാള്. ഹരിയാനയിലെ ഉന്നത കുലജാത ഒരു പെൺകിടാവാണത്. ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലാണ് അവിടുത്തെ ഉന്നത കുലജാത അല്ലേ? എത്ര മാസമായിട്ടറിയാം? ഇന്ന് ഏജൻസി പോയപ്പോൾ. നീ അത്രക്കാരനല്ലാന്നറിയാം. എന്ത്? ഗർഭിണിയാണ്, ഛർദിയോട് ഛർദി. കൺഗ്രാജുലേഷൻസ്. അല്ല, ഇപ്പം എന്ത് ചെയ്യും? यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ടി.കെ. അല്ല, വി.കെ. ഭാസ്കര പൊതുവാൾ. വേണമെങ്കിൽ ഭാസ്കര ഏട്ടാന്ന് വിളിച്ചോ. പോയിക്കോ. ठीक है. ശരി എന്ന് പറഞ്ഞു. ശരി പോയതാ. കുറേ നമ്മളുണ്ടല്ലോ വൈറസ് ആയിരിക്കും, പൈസ പോവേ. ഹലോ, നിന്നോട് ഈ സാധനത്തിന്മേ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ദിവസം മരുന്ന് കഴിക്കാൻ പറയില്ലേ? കഴിക്കില്ലല്ലോ. ഒന്നിന്നേ അച്ഛാ, ഞാൻ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കണം. എനിക്ക് വയസ്സ് 34. മുടി നോക്കിയേ, എല്ലാം പോയി തുടങ്ങി. ഈ രണ്ടും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭരത് ഗോപിയാവും. ഒപ്പനം പഠിച്ചവരൊക്കെ സുയിപ്പാക്കാൻ തുടങ്ങി. എവിടെ പോണു? പണിയുണ്ട്. എൻ്റെ ചങ്ങായി, എനിക്കൊരു പണി ശരിയായിട്ടുണ്ട്. ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോകുന്നു. അപ്പൊ ഞാനും അച്ഛൻ്റെ പോര്. ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക്. കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് എന്നെ പോലെ തന്നെ. കണ്ട എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരുമാതിരി ചൈനക്കാരെ പോലെ. അച്ഛാ, ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ, റഷ്യയിലാണ് ഓഫീസൊക്കെ. അതന്നെ ഒരു തട്ടിപ്പല്ലേ? ജപ്പാനിലെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ റഷ്യയിൽ പോയി കമ്പനി തുടങ്ങിയത്? പ്രാടാന്ന്. നീ കഞ്ഞിയും കുടിച്ചിട്ട് ഈടെങ്ങാനും വല്ല പണി കിട്ടും. അച്ഛൻ എഞ്ചിനീയർ ആക്കിയത് ഈ പയ്യനൊരു പണിക്കോനാണോ? പിന്നെ റഷ്യ വിടാനാ? 4 വർഷത്തെ കാര്യമുള്ളൂ. കുറെ മലയാളികളുണ്ട് അവിടെ, ചങ്ങായിമാരുണ്ട് അവിടെ, ഇടയ്ക്ക് വരാനും പറ്റും. അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ നൈസിലിട്ട് വെക്കും. എനക്കൊന്നും പറ്റൂല തണുത്ത് കുറച്ച് ചാവാൻ. അച്ഛൻ ഇവിടെ തമാശ കളിക്കരുതാ. ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കിൽ മൂത്ത് ധരിച്ച ഒരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിനെ കെട്ടി തൂങ്ങും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു അടിപൊളി ഹോംനേഴ്സിനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോവച്ചാ. ഞാൻ വീണ്ടും പറയുന്നത് ഹോം നേഴ്സ് അത്ര സേഫ് അല്ല. ഞാൻ പറയുന്നത് നമ്മുടെ ആ സീതരേട്ടൻ്റെ അമ്മേനെ നോക്കുന്ന ഒരു പെണ്ണുങ്ങൾ നിന്നില്ലേ, കാർത്തികന്, അവരെ വിളിച്ചോ? ഏയ് അവര് വേണ്ട, പ്രായമായില്ലേ.
ഞാൻ പറഞ്ഞ അതല്ല, ഈ പ്രായ പെണ്ണുങ്ങളെ വെച്ചാണ്ടല്ല, അവർക്ക് എന്തെങ്കിലും സൂക്കേട് വന്നാൽ അവരെ നോക്കാൻ വേറെ ആളെ വെക്കേണ്ടി വരും. ഭാസ്കരനെ നോക്കാൻ വേണ്ടിട്ട് കാർത്തേനേച്ചിയെ നോക്കാൻ വേറൊരു ഹോം നഴ്സ്, 3 ആളും കൂടി ആ വീട്ടിൽ നല്ല രസമായിരിക്കും അല്ലേ? വേറെ ആൾ എന്തിന്? കാർത്തികനേച്ച് ഹോം നേഴ്സ് ആണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റിയ അവർ തന്നെ അവർ നോക്കിക്കൊള്ളില്ലേ. പ്രസന്നേട്ടാ, ഓ, ഒരാൾക്ക് ഇത്രയും വലിയ വീടാ? ആള് കുറെ ഉണ്ടായിനി, കുറെ ചത്തുപോയി, കുറെ പുറത്തു പോയി. എന്നാലും എന്തെന്നാലും ആള് കൂടുമ്പോ വീണ്ടും സൈസ് കൂട്ടാം, ആള് കുറയുമ്പോ വീണ്ടും സൈസ് കുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വാ, എങ്ങനെയുണ്ട്? ഒന്നുമില്ലേടാ. കാർത്തിയാനേച്ചി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നിങ്ങളെ വെച്ചേക്കുന്നത്? ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? മിക്സിന്റെ ഇടാ, ഗ്രൈൻഡർ ഉണ്ടാ? ആ, അതാ രസം. മാമിന് ഒന്നും പറ്റൂലെന്ന്, എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. ടി വി ഇല്ലേടാ? നല്ലോണം ടി വി കാണാൻ മുട്ടുമ്പോ എന്റെ വീട്ടിലേക്ക് വാ, ടി വി കാണാൻ. സീരിയല് കാണാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എന്താ പറയാ, ജീവി ചെലവാകുമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരൂ. എന്നാ നിങ്ങൾ മിണ്ടി പറഞ്ഞേക്ക് ഇരിക്കുക, ഞാനൊരു പോയി കൂട്ടിയിട്ട് വരാം. ഇല്ലേട്ടാ, ആ 2 ദിവസമെല്ലാം കണ്ടിട്ട് ചെറിയ പ്രശ്നം. ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓമനട്ടിന്റെ മുകളിൽ ഒരു ചുരിദാർ അടിക്കാൻ തന്നിനി, ചെറുങ്ങനൊന്ന് ടൈറ്റായി പോയി. വൈകുന്നേരം അവളെ ഏട്ടൻ തല്ലാൻ വരുന്നിട്ട് അറിഞ്ഞു. ഇപ്പൊ 2 ദിവസം ഒളിവിലായി. വീട് തുറന്നിട്ടാ പോലീസ് വിളിച്ചാ? ഞാൻ ബാക്കി തന്നില്ല. മണിയേട്ടാ, ഓ, ചായ നിനക്ക് സ്ട്രോങ് അല്ലടോ. സ്ട്രോങ് തന്നെ, കുറക്കണ്ട. മുരളിയേട്ടാ, ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരി തന്നെയാ? അതെന്താ പറഞ്ഞു? അല്ല, പൊതു ചർച്ചയാണ്. അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നു. ഏലക്കായിട്ടിനല്ലേ അനിയനല്ലേ? ശരി തന്നെ മുരളിയേട്ടത്. നീ ചായ കുടിക്കാൻ വന്നല്ലേ? ചായ കുടിച്ചോ. മണി, എനക്കൊരു ചായ. ഏലക്ക വേണ്ട കേട്ടോ. അതെന്താ? ഞാൻ നിന്റെ അനിയനല്ലോ. നല്ല മുഖപരിചയം. അതെന്റെ വീട്ടിലെ പുതിയ വാടകക്കാരാ, വയനാട്ടിൽ നിന്നാ. മോളെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് മാറിയതാ. ഓ അതെയോ? എനിക്കിതിന്റെ കുറച്ച് അറിവ് വേണ്ടേ? വാടകന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. ഒരു ചായ എടുക്കട്ടെ? വേണ്ട. കുടിക്കുന്നേ ആദ്യമായിട്ട് കടയിൽ വന്നിട്ട്. അല്ല, അതല്ല, മോള് വീട്ടിൽ ഒറ്റയ്ക്കല്ലോ. അതൊന്നും സാരമില്ല, ഒരു ചായ. നമ്മുടെ ചായ ഫേമസ് ചായ. എല്ലാവർക്കും കൊടുക്കൊരെണ്ണം. എന്നാ മധുരം വേണ്ട. ചേട്ടാ, ഭാസ്കരനല്ലേ? അതെ. ഞാൻ രമണൻ. അതിന് എൻ്റെ ചന്ദ്ര സോപ്പ് നിങ്ങളുടെ അടുത്തേ? ഞാൻ എൻ്റെ സോപ്പൊന്നും എടുത്തിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞാൽ രാവിലെ ആൾ സോപ്പ് എടുത്ത് കിടന്നിട്ട്. ആടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ആകെ ഒരു സോപ്പാ. എൻ്റെ ഓള് പണിച്ചെന്ന്. എൻ്റെ ഓള് പണിച്ചെന്ന സോപ്പാ. ആടെ നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് കാക്കൊന്നും നോക്കിക്കൊണ്ട് പോയില്ല. ഇതുകൊണ്ട് ഞാനങ്ങനെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യ മാമന് ഷുഗർ വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് തോന്നല്ലോ മാമ. പ്രശ്നട്ടാ, അല്ല, മെലിഞ്ഞ് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട്. കാർത്തികനേച്ചി, ഒരാളെ ഇല്ലെന്ന് പറഞ്ഞിട്ടേ? ഒരാളെ ഉള്ളൂ, ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും.
അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. ആദ്യത്തെ ദിവസമായതുകൊണ്ടാ ഇത്രയും ചോറും കറി. ധൈര്യമായിട്ട് കഴിച്ചോ സാറേ. എന്റെ അച്ഛൻ ആസലാം പേരിയെന്ന്. കാത്തേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല. 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ മനസ്സിലായി? പ്രസന്റേറ്റം പറഞ്ഞാണോ? അതൊക്കെ പറയാൻ അറിയട്ടാ. ഇങ്ങനെ എത്ര ബാധ വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ വേണം പോകാൻ. എന്തെന്നാ അത്? എന്നാട്ടാ മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് ഇന്നലെ തലവേദന ആയിരുന്നു ഏട്ടാ. ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. മരുന്ന് കഴിക്കണ്ടേ? ഇനി മുതൽ എൻ്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ നിങ്ങളെ വേലക്കാരിയല്ലേ ഞാൻ. ഒരു ലേഡീസ് അല്ലേ ഞാൻ? എന്റെ ഫേസ് അല്ലേ എനിക്ക് വലുത്? എന്താ വേണ്ടത്? കുറച്ച് സാമ്പാർ. കുറച്ച് സാമ്പാർ എടുക്ക. എന്താ പറഞ്ഞു എനിക്ക്? ഭാസ്കരൻ രാവിലെ 8 പോയി. എങ്ങോട്ട്? ലൂസ് മോഷൻ. ലൂസ് മോഷനെ ശ്രദ്ധിക്കണം. പ്രസന്ന പ്രായമില്ലേ? ഒരു ജലൂസ് കൊടുത്താൽ മതി. ഭക്ഷണത്തിൽ നിന്നായി പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തില്ല. രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. വേണ്ട വേണ്ട കണ്ടിനാ എന്താ സാമ്പാർ? പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. വാത്സല്യം കൊണ്ടോ? കാർത്താനിച്ചി ഒരു നല്ല വർത്താനം പറഞ്ഞു തുടങ്ങക്ക്. രാവിലെ വേണ്ടാത്ത വർത്താനം. കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്. അല്ല പിന്നെ ഹോം നേഴ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുന്നു. He was Papa's best friend. ഇത്ര വലുതായിട്ടും പുടാത്തിരങ്ക പോൽ സബ്ജിച്ചു പൊണുമേന് പടയും. പാപ്പ ബെത്തിലായിരുന്നെങ്കിലും കൂടെ ഉള്ളത്തെ ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ. പ്രസന്നേട്ടാ, ഞാൻ ഒരു മരണ വീട്ടിലുണ്ട്, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? റഷ്യയിലുണ്ട് മരണ വീട്. കാര്യം പറയട്ടാ. മാമന് നല്ല സുഖമില്ല. ആ കാർത്തിയാനി ശരിയല്ലാന്ന് അവര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ, അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ടാ. അതൊക്കെ വച്ചു. ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയുന്നല്ലാതെ. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ. മാമന ദിവസം മനസ്സിലാണ്. നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. All well? ഞാൻ തിരിച്ചു പോയായിരുന്നു ആലോചിക്കുക. Look, Kyoto Dynamic is very happy with your performance. And they have some plan for you. So you have to stay here. Think about it.
പോണം. അച്ഛൻ തനിച്ചാണ്, ഒരു സപ്പോർട്ട് വേണം. ரொம்ப நல்ல டிசிஷன். குட், வெரி குட். இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி டு லுக் ஆஃப்டர் அவர் பேரண்ட்ஸ். ஆனால் வேற யாராவது அது பண்ணலான்னா நீ எதுக்கட ஒரு கிராமத்தில் ஒரு லைஃப்பை தொலைக்கிற? ഹോട്ടലിൽ തിരക്കായി പോയി, അത് എയർപോർട്ടിൽ വരാൻ പറ്റുന്നത്. അതങ്ങനെയാണല്ലോ. ശരി. എടാ ചുപ്പ, ഇത് കുറേ ഉണ്ടല്ലോ, നിന്നെ കൂടെ ഒറ്റയ്ക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം, വാ. ഇവനെ കണ്ടു നന്നായി, ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നു. അതെ, നേരെ എൻ്റെ അമ്മേ, ഞാൻ പോകായിരുന്നു. എന്നെ കണ്ടതിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ല. എന്നെ കൊണ്ടാവൂല. കിടക്കാനും മുടിയില്ല, ഇരിക്കാനും മുടിയില്ല, നിൽക്കാനും മുടിയില്ല. 4000 ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ ഗൾഫിന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. ഇതിനേക്കാളും വലിയ നിന്റെ അച്ഛനല്ലേ അത്? നീ അല്ലേ ഞാൻ ഇവിടെ കൊണ്ടാക്കി? വേറെ ആളെ നോക്കണം. ഞാൻ പോവാൻ 2 ആഴ്ചയിൽ ഇത് 4ാമത്തെ ആളാ. കൊണ്ടാ ഡ്രൈവർ, ആ പെട്ടിയോട് എടുത്തോളൂ. നീ എന്താ പെട്ടെന്ന്? അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി.